ഹായ് നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഡേയ്സ് UK ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളുടെ യാത്ര ലണ്ടനിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആയ ലണ്ടൻ ഐ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 4 to 5 years ഒക്കെ ആയി. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ലണ്ടൻ ഐയിൽ കയറാനുള്ള ഒരു അവസരം വന്നെത്തിയത്. അപ്പം നമ്മൾ ഫാമിലി, ഞാനും എൻ്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഫാമിലിയായിട്ട് മാഞ്ചസ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അവരും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് സോണി ചേച്ചി എൻ്റെ മോള് ടിബിസൺ ചേട്ടൻ. അപ്പോൾ നമ്മൾ ഇന്ന് ലണ്ടനായി കാണാൻ വേണ്ടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാണ്. നമ്മൾ കാർ എടുത്തില്ല, ഇൻസ്റ്റെഡ് നമ്മൾ ബസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വേറെ 2 അട്രാക്ഷൻസും കൂടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ, സീ ലൈഫിൻ്റെ വീഡിയോ ആയിരുന്നു. സീ ലൈഫ് ഇത് ലണ്ടനായിട്ട് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാഡം ടുസേർട്സ് ആണ്. ആ വീഡിയോ നെക്സ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബസ്സിലിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ള കാഴ്ചകളും ലണ്ടനിലൂടെയുള്ള ബസ് യാത്രയും ഒക്കെ നല്ല രസമാണ്. അപ്പം ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാഴ്ചകളൊക്കെ കാണാം. എല്ലാ ബിൽഡിങ്സും പിന്നെ ലണ്ടനിലെ മനോഹരമായ കാഴ്ചകളും ഒക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ യാത്ര ചെയ്യാം. അപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ലണ്ടനിലൂടെ. കാരണം കാറിലാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കൺജഷൻ പേ ചെയ്യണം. പിന്നെ അവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ എക്സ്ട്രാ ഹ്യൂജ് എമൗണ്ട് നമ്മൾ എന്താ പറയുക പാർക്കിംഗ് ഫീസ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് കൺവീനിയൻറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ലണ്ടനായി. അപ്പോൾ ദൂരെ ഒരു വ്യൂ ആണത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഈ റൂട്ടിൽ അവിടെ ഇറങ്ങിയിട്ട് നമ്മളൊരു ഇടവഴിയുണ്ട്, അതിലൂടെ നടന്നു പോകണം. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു റൂട്ട് അറിയത്തില്ല, ജസ്റ്റ് നമ്മൾ നോക്കി പോവുകയാണ്. കാരണം യൂഷ്വലി നമ്മൾ കാറിന് വന്നിട്ട് ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു എന്താ പറയുക ആ ഒരു സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നത്. പക്ഷേ ഈ തവണ ബസ്സിന് വന്നതുകൊണ്ട് ഈ ഒരു സ്ഥലത്താണ് ഇറങ്ങുന്നത്. ഇപ്പോൾ പോയൊരു ബസ് കണ്ടില്ലേ, അതൊരു ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ തന്നെ എല്ലാ അട്രാക്ഷൻസും കണ്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഇടവഴിയിലൂടെയാണ് നമ്മൾ ലണ്ടനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൈയൊക്കെ പിടിച്ച് ഞങ്ങൾ എന്താ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അതിലൂടെ ഇടവഴിയിലൂടെ നടക്കാനുണ്ട്. പിന്നെ വേറൊരു ഫാമിലിയും കൂടെ, അതായത് നമ്മുടെ ഫ്രണ്ട് ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടിങ്ങനെ നടന്നു. ഇത് കണ്ടില്ലേ, ഒരു പ്രതിമ കണ്ടില്ലേ, ഇത് നെൽസൺ മണ്ടേയുടെ പ്രതിമയാണ്. അതെല്ലാം കണ്ട് നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ വായിച്ച് പിന്നെ അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് നടന്നു. അതാ നമ്മുടെ ലണ്ടനായി നമുക്കിപ്പോൾ കാണാം. ലണ്ടനായിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് വിക്കിപീഡിയയിലൊക്കെ പോയാൽ അറിയാം. പക്ഷേ എന്നാലും ഞാനൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ കുറച്ച് വായിച്ചായിരുന്നു. അപ്പോൾ ലണ്ടനായി എന്ന് പറയുന്നത് ഒരു 31 December 1999 അത് ഓപ്പൺ ചെയ്തത്. പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയർ ആണ് അത് എന്താ പറയുക അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നെയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് 135 meter ഹൈറ്റ് ഉണ്ടതിന്. പിന്നെ ഈ ഒരു ലണ്ടനായി സ്ഥിതി ചെയ്യുന്നത് 2 ബ്രിഡ്ജിൻ്റെ ഇടയിലാണത്. വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജിൻ്റെയും ഹംഗർഫോർഡ് ബ്രിഡ്ജിൻ്റെ ഇടയിലാണ് ഈ ലണ്ടനായി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുക്കണം, ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ കാണുന്നത് കണ്ടില്ലേ, ഈ ലണ്ടനായിൻ്റെ അതിന് പറയുന്നത് ക്യാപ്സ്യൂൾ എന്നാണ്. അപ്പം ആ ക്യാപ്സ്യൂള് 32 ക്യാപ്സ്യൂളുണ്ട് ഇതിനകത്ത് മൊത്തമായിട്ട്. അപ്പോൾ അത് ലണ്ടൻ ബോറോസിനെയാണ് അത് എന്താ പറയുക ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ ഞാൻ വായിച്ചത്. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അട്രാക്ഷൻസാണ് ഈ ലണ്ടനിലെ ഈ ലണ്ടനായി ആയിട്ട് വരുന്നത്. ഒത്തിരി ആൾക്കാർ ഇവിടെ, ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് എന്താ പറയുക വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ലണ്ടനായി. ലണ്ടനായിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലണ്ടൻ്റെ ഒരു
വ്യൂ എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നിങ്ങൾക്കിത് കാണാമല്ലോ, അവിടെ കാണാമല്ലോ, അത് ബിഗ് ബെന്നും ദ പാലസ് ഓഫ് വെസ്റ്റ്മിൻസ്റ്ററും ആണത്. നമുക്ക് കുറച്ചുകൂടെ മുകളിലെത്തുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഈ തേംസ് നദിയുടെ സൗത്ത് എൻഡിലുള്ള സൗത്ത് അതായത് തീരത്താണ് ഇത് ഈ ലണ്ടനായി സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടടുത്താണ് സീ ലൈഫും ഉള്ളത്. അപ്പോൾ നമ്മൾ സീ ലൈഫിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ കാണുക. പിന്നെ എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണിത്. അതായത് അതിൻ്റെ എൻജിനീയറിങ് പെക്യുലാരിറ്റീസ് ഒക്കെ അതിനകത്ത് വിക്കിപീഡിയയിൽ ഒത്തിരി പറയുന്നുണ്ട്. അതിന് കൂടുതലായിട്ട് ഇലാബറേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമില്ല, പിന്നെ അതൊരു ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ആ കാണുന്ന ബ്രിഡ്ജാണ് ഹംഗർഫോർഡ് ബ്രിഡ്ജ്. ഇപ്പുറ സൈഡ് കാണുന്നതാണ് പാലസിന്, അതായത് വെസ്റ്റ്മിൻസ്റ്റർ പാലസിൻ്റെ അടുത്തും പിന്നെ ബിഗ് ബെന്നിനൊക്കെ അടുത്തായിട്ട് വരുന്ന ബ്രിഡ്ജാണ് എന്താ പറയുക വെസ്റ്റ്മിൻസ്റ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ക്യൂബിക്കിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാപ്സ്യൂളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാം. കേട്ടോ, എന്തൊരു മനോഹരമാണ് അല്ലേ ലണ്ടൻ കാണാൻ വേണ്ടിയിട്ട്. തേംസ് അതേയും ഇങ്ങനെ നമുക്ക് ഒഴുകുന്ന കാണാം. അപ്പം നമുക്ക് ശരിക്കും ആശ്ചര്യം വരും. അതായത് 35 ബ്രിഡ്ജസ് ഉണ്ട് ഇൻ ഓൾ ടോട്ടൽ. അതായത് ലണ്ടനിൽ ടോട്ടൽ ബ്രിഡ്ജസ് 35 ഉണ്ട്. അപ്പോൾ ഇത് വെച്ചാൽ 2 ബ്രിഡ്ജാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പിന്നെ ഒത്തിരി ബ്രിഡ്ജുകളുണ്ട്. നമുക്ക് ലേറ്റർ ഓൺ നമുക്ക് ഓരോന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഈ ലണ്ടൻ ഐയിൽ കയറിയിട്ടുള്ള ഒരു മാസ്മരിക കാഴ്ചയാണ് ലണ്ടൻ ഐയിൽ കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന. നല്ല രസമാണ് കേട്ടോ. ഞാൻ കുഞ്ഞിനെയും പിടിച്ച് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഷെയ്ക്ക് ആയിട്ടുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നന്നായിട്ട് എനിക്ക് ഇപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഞാൻ പ്രോപ്പർലി നല്ലൊരു പിക്ചറൊക്കെ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയേനെ. പക്ഷേ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഈ കയറിയിരിക്കുന്ന ക്യാപ്സ്യൂളിൽ വേറെ ഏതൊരു കൺട്രിയിൽ, യൂറോപ്യൻ കൺട്രി ഏതോ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊരു ഫാമിലി ആയിട്ട് അങ്ങോട്ട് ടൂർ വന്നതാണ്. അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു. എന്താ പറയുക, ഒത്തിരി കാഴ്ചകൾ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോഴാണ് നല്ല ഭംഗി കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ നല്ല ഒരു എന്താ പറയുക, അത് കയറി തന്നെ നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. എന്താ പറയുക, ലണ്ടനായി നമ്മൾ മൊത്തമായിട്ട് കാണുമ്പോൾ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഉത്സവപ്പറമ്പുകളിലൊക്കെ ഇങ്ങനെ ജയൻറ്റ് വീൽ വരുമ്പോൾ അതിനകത്ത് നമ്മൾ കയറിയാൽ നമുക്ക് നമ്മുടെ ഒരു പർട്ടിക്കുലർ പ്രദേശം മൊത്തം കാണാൻ വേണ്ടി പറ്റില്ലേ. അതേ ഒരു സെയിം ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ ലണ്ടനായിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് കുറച്ചുകൂടെ ബിഗാണ്, വളരെ ബിഗാണ്. പിന്നെ നമുക്ക് അതിൽ മറ്റേ ഈ എന്താ പറയുക ജയൻറ്റ് വീൽ നമുക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് നമ്മൾ ഇരുന്ന് ഇങ്ങനെ കാണുന്നുള്ളതെ. ഇതിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, അങ്ങനെ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ലണ്ടനായിട്ട് ഈ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ നമുക്ക് നിങ്ങൾ കയറുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു എൻഡ് പോർഷനില്ലേ അവിടെയാണ് ശരിക്കും നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോസ് ചെയ്യണമെന്ന്. അപ്പോൾ കറക്റ്റ് സമയമാകുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് തരും. നമുക്ക് വേണേൽ ആ ഫോട്ടോ താഴെ ചെന്നിട്ട് നമുക്ക് അത് വാങ്ങാം. വേണ്ടവർ വാങ്ങിച്ചാൽ മതി. ഇപ്പം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. പിന്നെ ഇതാണ് ബിഗ് ബെൻ. പിന്നെ ഇതാണ് വെസ്റ്റ്മിൻസ്റ്റർ പാലസ്. അവിടെയാണ് ഈ എന്താ പറയുക നമ്മുടെ പാർലമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒത്തിരി ബോട്ടുകളൊക്കെ കാണാം. പിന്നെ വെസ്റ്റ്മിൻസ്റ്റർ ബ്രിഡ്ജിലൂടെ കുറേ ബസ്സുകൾ പോകുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ബിഗ് ബെൻ. ഓക്കെ, പിന്നെ അത് വെസ്റ്റ്മിൻസ്റ്റർ പാലസ്. പിന്നെ അങ്ങ് ദൂരെ കാണുന്ന ബ്രിഡ്ജ്, അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഈ ബ്രിഡ്ജിൻ്റെ നെയിംസ് മാത്രമേ നോക്കിയുള്ളൂ. ആ ബ്രിഡ്ജ് എനിക്കറിയത്തില്ല. പിന്നെ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതെല്ലാം ഓരോന്നും ഇങ്ങനെ പോയി കണ്ടൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പക്ഷേ നല്ല രസമായിരുന്നു. നല്ല വ്യൂ ആണ് ലണ്ടനായിൽ കയറണം. അപ്പോൾ ലണ്ടനായി എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. ലണ്ടനിൽ നിങ്ങൾ വരുവാണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ലണ്ടനായി. ഡോണ്ട് മിസ് ഇറ്റ്. ഞങ്ങൾ ഇത്ര നാളും ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഞങ്ങൾ കയറാതിരുന്നത്. അപ്പം ഇപ്പോൾ കിട്ടിയപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിവേയ്സ്, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇത് കാണാനും. അവിടെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ റൈഡ് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനെ പ്രാവും കൂട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കുറച്ച് പ്രാവിനൊക്കെ തീറ്റ കൊടുത്തു, അണ്ണാന് തീറ്റ കൊടുത്തു. അതിനുശേഷം അതിനെ കുറച്ച് നേരം നോക്കിയാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക, ആൾക്കാരെയൊക്കെ കണ്ടു. കുറേ അവിടെ ഈ സൈഡിൽ തന്നെ ആയിട്ട് ഒത്തിരി മ്യൂസിഷ്യൻസൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നു. പിന്നെ കുറേ എന്താ പറയുക, ചാർലി ചാപ്ലിൻ അങ്ങനത്തെ കുറച്ച് വേഷപ്പകർച്ചയൊക്കെ ചെയ്ത ആൾക്കാരിങ്ങനെ കുറച്ച് എന്താ പറയുക, അവരൊരു ആൾക്കാരോട് സംസാരിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ രസകരമായ ഒത്തിരി കാഴ്ചകളാണ് ഈ ലണ്ടൻ ഐയുടെ ഒരു സമീപ പ്രദേശത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്തൊരു അട്രാക്ഷൻ കൂടി കാണേണ്ട ഒരിതുണ്ട്. അത് മാഡം ടുസാഡ്സ് ആണ്. അതിൻ്റെ വീഡിയോ ലേറ്റർ ഓൺ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ കാണുക. വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടണമെന്നില്ലല്ലോ, എല്ലാ സ്ഥലങ്ങളും പോയി കാണാനൊക്കെ, എസ്പെഷ്യലി നാട്ടിലുള്ളവർക്കൊക്കെ. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക. നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാമല്ലോ. എല്ലാ സ്ഥലത്തും നമുക്കിപ്പോൾ പോയി കാണാൻ പറ്റിയെന്ന് വരണമെന്നില്ല. അപ്പം ജസ്റ്റ് ഈ വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ എൻജോയ് യുവർ ലൈഫ്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും ഇതേപോലെ നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.